ഓം ശാന്തി. ഈശ്വരൻ എൻ്റെ കൂട്ടുകാരനാണ്. രാവണൻ എൻ്റെ ശത്രുവാണ്. ഞാൻ ഈശ്വരനെ സ്നേഹിക്കുന്നു. രാവണനെ കത്തിക്കുന്നു. ഞാൻ എൻ്റെ ഈശ്വരീയ കൂട്ടുകാരനോട്, ഖുദാ ദോസ്തിനോട് വാർത്താലാപം ചെയ്യുകയാണ്. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ചൈതന്യ ശക്തി ആത്മാവാണ്. ഞാൻ ഖുദാ ദോസ്തിനോട്, ശിവബാബയോട് മിലനം ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആത്മാ ഒരു സെക്കൻഡിൽ പറന്ന് പരമധാമത്തിലെത്തുന്നു. ഇവിടെയാണ് ശിവബാബ നിവസിക്കുന്നത്. ഇവിടെ ഈ ലോകത്തിൽ 4 ഭാഗത്തും സുവർണ ചുവപ്പാർന്ന പ്രകാശം പരന്നിരിക്കുന്നു. ആ ചുവന്ന പ്രകാശത്തിൽ ഒരു ദിവ്യ നക്ഷത്രമായി ശിവബാബ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനെ പോലെ 4 ഭാഗത്തും കിരണങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്നു. ആ ചുവന്ന പ്രകാശത്തിൽ കിരണങ്ങൾക്ക് കീഴെ ഞാൻ ചെന്നിരിക്കുകയാണ്. എൻ്റെ ദോസ്തായ ഭഗവാനോട് ആത്മീയ വാർത്താലാപം ചെയ്യുന്നു. ഹേ എൻ്റെ കൂട്ടുകാരാ, ദിവസം മുഴുവൻ ഇവിടെ ഇരിക്കുകയാണോ? എനിക്കിവിടെ കൂട്ടുകാരൻ്റെ അടുത്തിരിക്കാൻ സമയമില്ല. താഴേക്ക് നോക്കൂ, എനിക്കെത്ര ജോലിയാണ്. താങ്കൾക്ക് ശരീരമില്ലല്ലോ. ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ ഫ്രീ ആയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു കൂടെ? ഇവിടെ വീണ്ടും വീണ്ടും ദോസ്തിൻ്റെ കൂടെ വരാനും പോകാനും എനിക്ക് അവസരം കിട്ടില്ല. ജോലിയിൽ സദാ മുഴുകിയിരിക്കുമ്പോൾ ഇവിടെ എത്താൻ മറന്നു പോകുന്നു. ഇനി എൻ്റെ വീട്ടിൽ വരണം. അതെൻ്റെ കൂട്ടുകാരൻ്റെയും വീടാണല്ലോ. അവിടെ മറ്റുള്ളവരുടെ കൂട്ടുകാർ, വലിയ വലിയ പൊസിഷനുള്ളവരെല്ലാം അവിടെ വരുന്നു. അതുപോലെ ദേഹബോധത്തോടെ കൂട്ടുകൂടുന്നു. പ്രിയ കൂട്ടുകാരാ, എൻ്റെ കാര്യം ഒന്ന് നോക്കൂ. എൻ്റെ ദോസ്താണെങ്കിൽ സ്വയം ഭഗവാനാണ്. അവരെക്കാളും ഉയർന്ന പൊസിഷനുള്ളവർ മറ്റാരുമില്ല. ഹേ കൂട്ടുകാരാ, താങ്കൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ അവിടെയും. പിന്നെ എന്താ കാര്യം? എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ ദോസ്തിന് വരേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? താങ്കൾ കൂടെ ഇല്ലെങ്കിൽ ഒന്നും നല്ലതായി തോന്നുന്നില്ല. മനസ്സു പറയുന്നു, സദാ എൻ്റെ ദോസ്തിൻ്റെ കൂടെ ഇരിക്കണം, സദാ സമീപമിരിക്കണം. പക്ഷേ ഈ ലോകത്തിൽ
വന്നിരിക്കുന്നത് പോസിബിൾ അല്ല. താങ്കൾക്കാണെങ്കിൽ ഒരു സെക്കൻഡിൽ എൻ്റെ അടുത്തെത്താമല്ലോ. സത്യം പറഞ്ഞാൽ മുമ്പ് ഞാൻ അവിടെയും ഇവിടെയും കൂട്ടുകാരനെ അന്വേഷിച്ച് അലയുകയായിരുന്നു. അതിനിടയിലാണ് എൻ്റെ കൂട്ടുകാരൻ ശിവബാബ വന്ന് ജ്ഞാനം നൽകിയത്. കൂടെ ജീവിത കലയും പഠിപ്പിച്ചു തന്നു. എൻ്റെ ജീവിതം ജാഗ്രതമായി. സത്യമിത്രത്തിൻ്റെ സ്നേഹം തന്നു. ഇപ്പോൾ ജീവിക്കാൻ വളരെ ഉത്സാഹം തോന്നുന്നു. എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ പോലും, രാവണൻ ഇടയിൽ വന്നിരുന്നാൽ പോലും അവരിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നു. മുഴുവൻ ദിവസവും എൻ്റെ കൂടെ ഇരിക്കൂ. ഞാൻ ശാന്തിയിലിരുന്ന് ജോലി ചെയ്യും. മുഴുവൻ ജോലിയും സമാപ്തമാകുമ്പോൾ ഇവിടെ എത്തി കൂട്ടുകാരൻ്റെ ദോസ്തിൻ്റെ സ്നേഹപ്രകാശത്തിൽ ഞാൻ വിശ്രമിക്കുന്നു. വളരെ നന്നായി അനുഭവം ചെയ്യുന്നു. എങ്കിലും ഹേ ഖുദാ ദോസ്ത് വരൂ, എൻ്റെ കൂടെ താഴെ. എനിക്കൊരുപാട് ജോലിയുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കൂ. ഞാൻ വേഗം ജോലി തീർത്ത് മുകളിലേക്ക് വരും. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂടെ കൂട്ടി താഴേക്ക് പോകുന്നു. എൻ്റെ ദോസ്ത് എൻ്റെ ദിവ്യ നയനങ്ങളുടെ മുന്നിലിരിക്കുന്നു. ഞാൻ ഖുദാ ദോസ്തിന് ഹൃദയത്തിൽ ഇരിപ്പിടം നൽകുന്നു. പോകാൻ വിടില്ല. എൻ്റെ ദോസ്ത് സ്നേഹത്തിൻ്റെയും ഭാവനയുടെയും ദാഹിയാണ്. ഞാൻ സ്നേഹം നൽകുന്നു, സ്നേഹമെടുക്കുന്നു. എൻ്റെ ദോസ്തിനോട് വാർത്താലാപം ചെയ്യുന്നു. ഞാൻ ഓർമ്മയിലിരുന്ന് സ്വയം പവിത്രമാക്കുന്നു. മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കുന്നു. ഉയർന്ന പദവി നേടുന്നു. ബാബ ശ്രീമതം നൽകുന്നു. കുട്ടികളെ, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കാതെ എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ പറയുന്നു, ഈ പതിത ലോകം അവസാനിക്കുകയാണ്. ഞാൻ ശ്രീമതമനുസരിച്ച് നടന്ന് പവിത്രമായി മാറി വിശ്വത്തിലെ ചക്രവർത്തി പദവിയുടെ സമ്പത്ത് നേടുകയാണ്. ഞാൻ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി ബാബയുടെ അടുത്തേക്ക് വരും. ബാബയുടെ കഴുത്തിലെ മാലയാകും. ഞാൻ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ബാബ എല്ലാവരെയും ദുർഗതിയിൽ നിന്നും മോചിപ്പിച്ച് സദ്ഗതി നൽകുന്നു. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബയെ ഓർമ്മിച്ച് അതിരാവിലെ ആത്മാവിലെ കറകളില്ലാതാക്കുന്നു. പാവനമായി ബാബയുടെ അടുത്തേക്ക് വരുന്നു. സെക്കൻഡിലാണ് ജീവൻ മുക്തി. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാക്കുന്നു. മംഗളത്തിൻ്റെ മനോവൃത്തിയും ശുഭചിന്തക ഭാവനയിലൂടെയും വിശ്വമംഗളത്തിന് നിമിത്തമാകുന്ന തീവ്ര പുരുഷാർത്ഥിയാകുന്നു. സന്തുഷ്ടത ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. അതിനാൽ സന്തുഷ്ടമണിയായിരിക്കുന്നു. സർവരെയും സന്തുഷ്ടമാക്കുന്നു. ആരുടെയും കുറവുകളെ ഒരിക്കലും നോക്കാതിരിക്കണം.
ഓം ശാന്തി.